ഇപ്പൊ കുട്ടികളുടെ കാര്യം പറയുമ്പോ നമ്മള് ചെറുതിലേ ശീലിക്കേണ്ട കാര്യങ്ങളാണല്ലോ. നമ്മൾ ചെറുതായിട്ടാണല്ലോ വലുതാവുന്നത്. കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പൊ എല്ലാവരും പറയുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമാണ്, ഓവർ എക്സ്പോഷർ ആണ് വയലൻസിന്. വയലൻസ് കൂടുതലുള്ള സിനിമകൾ കാണുന്നതുകൊണ്ടാണ്. അതൊക്കെ ശരിയാണ്, അതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ നമുക്ക് മറ്റു ചില കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്കൂൾ ലെവലിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. നല്ല വ്യക്തിബന്ധങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കാനായിട്ട് ശീലിപ്പിക്കുക. ആരോഗ്യപരമായ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കാൻ ചെറുതിലേ സാധിച്ചാൽ, ചെറുതിലേ എന്നല്ല, സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും ഒക്കെ ആയിട്ട് ഒരു 30s വരെ നമുക്ക് നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചാൽ അത് നമ്മളുടെ ആയുസ് വരെ കൂട്ടും, അല്ലെങ്കിൽ ആയുസ്സിന് ബലം കൊടുക്കുന്നതാണ് ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. കുട്ടികളിൽ നമ്മൾ സ്കൂളിലായാലും വീട്ടിൽ നിന്നായാലും നല്ല റിലേഷൻസ്, നല്ല സോഷ്യലൈസ് ചെയ്യാൻ പഠിപ്പിക്കുക. നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനായിട്ട് അവരെ ശീലിപ്പിക്കുക. അതുമാതിരി ഈ നമ്മളൊക്കെ ഇപ്പോൾ ഈ ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ട് ഈ ഡിജിറ്റൽ റെവല്യൂഷൻ്റെ ഒക്കെ ആഫ്റ്റർ ഇഫക്റ്റ് നമ്മളിലൊക്കെ കാണുന്നുണ്ട്. നമ്മളൊക്കെ മാറിയിട്ടുണ്ട് അതിനനുസരിച്ചിട്ട്. അപ്പം അതിൽ ജനിച്ചു വീഴുന്ന കുട്ടികൾ എത്രത്തോളം ഡിഫറെൻ്റ് ആയിരിക്കും നമുക്ക് ആലോചിച്ചാൽ അറിയാം. അപ്പം നമുക്ക് ആദ്യം സാധിക്കുമായിരുന്നില്ല, ഒരു ബട്ടൺ അമർത്തിയാൽ നമുക്കിപ്പം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട്. നമുക്ക് പല ആഗ്രഹങ്ങളും നടക്കുന്നുണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുകയാണ്. മറ്റുള്ളവരെയൊന്നും സഹായം ഇല്ലാണ്ട് പല കാര്യങ്ങളും നടക്കുക. അപ്പം ഇൻഡിപെൻഡൻ്റ് ആവുന്നതിൻ്റെ ഭാഗമാണ് ഈ സെൽഫ് സെൻറ്റേർഡ് ആവുക എന്നുള്ളത്. എൻ്റെ കുട്ടികൾ സെൽഫ് സെൻറ്റേർഡ് ആവുന്നതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരെ കൊണ്ട് ഈ ഛേദമില്ലാത്ത ഉപകാരങ്ങളൊക്കെ ചെയ്യാൻ ശീലിപ്പിക്കാം. മറ്റു കുട്ടികൾക്ക്, പഠിക്കാൻ മോശമായിട്ടുള്ള കുട്ടികൾക്ക് നീ പറഞ്ഞു കൊടുക്ക്, അത് അവരെ കൊണ്ട് ചെയ്യിക്കാം, അത് ശീലിപ്പിക്കാം. അത് ടൈമും എനർജിയൊക്കെ കുറച്ച് അങ്ങനെ ഉപയോഗിക്കട്ടെ. അതൊരു സാക്രിഫൈസ് ആയിട്ട് മാറും. അത് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ വലുതാവുമ്പോഴും ചെറിയ ചെറിയ സാക്രിഫൈസ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അതെല്ലാം നമ്മളിപ്പം പഠിപ്പിച്ചെടുക്കേണ്ട കാര്യങ്ങളായി. പണ്ടൊക്കെ നാച്ചുറലായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ് ഇപ്പം ശീലിപ്പിക്കേണ്ടി വരുന്നത്. പിന്നെ സ്കൂൾ ലെവലിൽ തന്നെ നമുക്ക് എങ്ങനെ ദേഷ്യം നിയന്ത്രിക്കാം, എങ്ങനെ പൊളൈറ്റായിട്ട് പെരുമാറാം, എങ്ങനെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം, ഇതെല്ലാം സ്കൂൾ ലെവലിലും പഠിപ്പിക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് കുട്ടികളുടെ കാര്യത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ.